നമ്മുടെ റെസിപ്പി പോപ്പുലർ ആയിട്ടുള്ള ബാസ്ക്കറ്റ് ഷവർമ അല്ലെങ്കിൽ ഫ്ലവർ പോട്ട് ഷവർമ അല്ലെങ്കിൽ കപ്പ് ഷവർമ എന്നൊക്കെ പറയുന്ന ആ ഒരു ഷവർമയാണ്. കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ റെഡ് കളറെന്ന്. അപ്പോൾ എന്താണെന്ന് അറിയണ്ടേ? വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാം കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള ഒരു ബാസ്ക്കറ്റ് ഷവർമയാണിത്. നിങ്ങൾക്ക് ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ സൂപ്പർ റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഷവർമ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് ആദ്യം ഞാൻ ആ കപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാവ് കുഴച്ചെടുക്കണം. അപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മൈദ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. മൈദ ചേർത്തിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. നല്ല സോഫ്റ്റായി കിട്ടുന്നവരെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മാവാണുള്ളത്. ഇത് നമുക്ക് ഈക്വലായിട്ടുള്ള 2 പാർട്സ് ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഇത് പരത്തിയെടുക്കുകയാണ്. പരത്തിയെടുക്കുന്ന സമയത്ത് കുറച്ച് കട്ട് ചെയ്ത് പരത്തിയെടുക്കണം. നമ്മളിത് കട്ട് ചെയ്തിട്ട് കപ്പിൻ്റെ മുകളിലേക്ക് വലിച്ചെടുക്കുമ്പോൾ നല്ല നേർത്തു പോവും. അങ്ങനെ നേർത്തു പോയാലാണ് കപ്പ് കഴിക്കുന്ന സമയത്ത് ഭയങ്കര ക്രിസ്പി ആയിട്ട് തോന്നുക. ഞാനൊന്ന് പരത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും ഒരു തിക്നെസ് വേണം നമ്മൾ പരത്തിയെടുക്കുമ്പോൾ. ഇനി നമുക്കിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിന് മൂടി എടുത്തിട്ടുണ്ട്. ഒരു ബോട്ടിലിൻ്റെ മൂടി, അത് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അടുപ്പിച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഒരു സമയം നമുക്ക് 3 or 4 ഒക്കെ കിട്ടും. ഇനിയിപ്പോൾ ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത് പറയാം. ഞാൻ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ കുറച്ച് വലിപ്പമുള്ള സ്റ്റീലിൻ്റെ കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിപ്പമുള്ള കപ്പാണെങ്കിൽ എപ്പോഴും നല്ലത്. നമ്മുടെ കൈ പെട്ടെന്നൊന്നും അങ്ങനെ പൊള്ളൂല. ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് എണ്ണയിലേക്ക് കുത്തി വെക്കാം. എന്നാലും നമ്മുടെ കയ്യിലേക്ക് ചൂട് തട്ടും. അപ്പോൾ എപ്പോഴും സേഫ് ഇതുപോലെ ഇറുക്കിയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. പക്ഷേ ചൂട് തട്ടിയിട്ട് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് തന്നെ നമുക്ക് എണ്ണയിലേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. അപ്പോൾ കപ്പ് നന്നായിട്ട് കഴുകി തുടച്ചെടുക്കണം കേട്ടോ. ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ പരത്തി ഷേപ്പ് ചെയ്ത് വെച്ച ആ ഒരു പീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. കണ്ടില്ലേ? ഇപ്പോൾ അത് നേർത്ത് വരാണ്. ആദ്യം തന്നെ നമ്മൾ നല്ല നേർമയായിട്ട് പരത്തിയെടുത്ത് പിന്നെ ഇത് ഒട്ടിച്ചെടുക്കുമ്പോൾ നല്ല തിന്നായി പോവും. പിന്നെ ആ ഒരു എണ്ണയിലിടുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി നല്ല ക്രിസ്പി ആയി കിട്ടും. അപ്പം അത്ര അധികം ക്രിസ്പി നമുക്ക് വേണ്ട. ഇപ്പം നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഇതുപോലൊരു കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ടൊന്ന് ലെവലാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് പഴയ മാവിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. വെറുതെ വേസ്റ്റ് ആക്കണ്ട. എന്നിട്ട് അത് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് എണ്ണയിലേക്ക് മുക്കിയെടുക്കുകയാണ് ചെയ്യുക. കൈക്ക് നല്ല ചൂട് തട്ടും. അപ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓയിലൊന്ന് ചൂടാക്കാൻ വെക്കാം. അപ്പോൾ ഓയിൽ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വെടിച്ചെടുത്ത് കൊടുത്താൽ മതി. അത് ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കോളും. അപ്പോൾ കപ്പ് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. അധികം ക്രിസ്പി ആക്കി എടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് ഓയിൽ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് തിരിച്ചു മറിച്ച് വിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അധികം ക്രിസ്പി ആക്കി എടുത്താൽ പിന്നെ കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. എടുക്കുന്ന സമയത്ത് ഇതുപോലെ തിരിച്ചിട്ടിട്ട് എടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇത് കുടിച്ച ഓയിൽ താഴോട്ടേക്ക് തന്നെ പോയിക്കോളും. അപ്പോൾ അടുത്തത് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാൻ പോകുന്ന സമയത്ത് ഈ ഒരു ഫ്ലെയിം നല്ല കുറച്ച് വെക്കുക. നല്ല ചൂടായി കഴിഞ്ഞാൽ നമ്മളത് ഇട്ട വശം തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഷേപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് സമയമുണ്ടല്ലോ, ആ സമയം വരെ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിത് ആ സൈഡൊന്നും കട്ട് ചെയ്തെടുത്തിട്ടില്ല. ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് സമയമാവും. അതൊക്കെ കട്ട് ചെയ്തെടുത്ത് ഷേപ്പ് ചെയ്ത് നല്ല ഗ്ലാമറാക്കി എടുക്കുമ്പോൾ ഒരുപാട് സമയമാവും. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടില്ല. നിങ്ങൾക്ക് നല്ല ഭംഗി വേണമെന്നുണ്ടെങ്കിൽ എല്ലാം കട്ട് ചെയ്തെടുത്തോ കേട്ടോ.
വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ എഡ്ജസൊക്കെ ഒരുപോലെ ഉണ്ടാവും. കളറ് മാറിപ്പോകരുത്. കളറ് മാറിയാൽ പിന്നെ കാണാൻ ഒരു മൊഞ്ചുണ്ടാവില്ല. ഇനി ഇതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ക്യാബേജ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് എടുത്തിട്ടില്ല കേട്ടോ. വളരെ കുറച്ച് ഫില്ലിങ് മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. ചെറിയ കപ്പല്ലേ, അപ്പോൾ പിന്നെ കുറേ ഉണ്ടാക്കിയാൽ വേസ്റ്റായി പോകും. അപ്പോൾ ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില, അതുപോലെ ചെറിയൊരു ക്യാരറ്റ് അതിൻ്റെ ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കണം. മയോണൈസ് ഉണ്ടാക്കുന്നത് ഞാൻ ആ ഫലാഫിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നോക്കിയിട്ട് ഉണ്ടാക്കാം. നല്ല തിക്കായിട്ടുള്ള മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിൽ ചമ്മന്തിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മയോണൈസ് ഓപ്ഷനിലാണ്, ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പുളിയൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അധികം ആവരുത്, വളരെ കുറച്ച് മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. ചിക്കൻ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ പീസ് ബോൺലെസ് പീസ് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പീസായിട്ടാണുള്ളത്. അതായത് മിക്സിയിലിട്ട് പൊടിച്ചിട്ടില്ല, കൈ വെച്ചിട്ട് പിച്ചെടുക്കുകയാണ് ചെയ്തത്. അത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. ഈ ചമ്മന്തി ഓപ്ഷനിലാണ് കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. ചമ്മന്തിക്കായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് മാത്രം മതി കേട്ടോ. ഇതിലേക്ക് ഒരല്ലി വെളുത്തുള്ളി ഇതുപോലെ 2 പീസാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളക്, അതുപോലെ നല്ലൊരു ഗ്രീൻ കളർ കിട്ടണം. അപ്പോൾ കുറച്ച് മല്ലിയില ഇടുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിനയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്, ഒരു പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഉപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് ഒരു ചമ്മന്തി പരുവത്തിലാക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഓഫ് ചെയ്തെടുത്താൽ മതി. നല്ല പേസ്റ്റ് പോലെ ഒന്നും അരയണ്ട. ഇപ്പോൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഗ്രീൻ കളർ കിട്ടിയാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. പുതിനയും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു കളർ ഉണ്ടാവും. ഞാൻ കുറച്ച് ചമ്മന്തി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഈ ചമ്മന്തിയിൽ ഒരു 1/4 ടീസ്പൂണോളം ബീട്രൂട്ടിൻ്റെ ക്രഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ചമ്മന്തി ഒന്ന് കളറാകാൻ വേണ്ടിയിട്ടാണ്. ഇത് തികച്ച ഓപ്ഷനിലാണ്. ഞാൻ ആ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഒന്ന് അടിച്ചെടുക്കാം. ഇതുപോലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടി മാത്രം ഇട്ട് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കപ്പ് ഷവർമ ഫൈനലായിട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് എടുത്തിട്ടുണ്ട്. 2ലായിട്ട് നമ്മുടെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യം ഉണ്ടാക്കിയ ആ ഒരു ചമ്മന്തിയില്ലേ അത് വെച്ച് കൊടുക്കുക. ഇത് മാത്രമേ ഉള്ളൂങ്കിൽ ഇത് മാത്രം വെച്ചാൽ മതി. ഇനി ഒന്ന് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് മറ്റേ നമ്മുടെ റെഡ് ചമ്മന്തിയും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. അവിടെ ഇവിടെ ആ ഒരു റെഡ് കാണുമ്പോൾ ഒരു ഭംഗി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയില്ല, 2 കളർ ചമ്മന്തി. പിന്നെ അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഷവർമയുടെ ഫില്ലിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതും ഈ ഒരു ചമ്മന്തിയും കൂട്ടി കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ നോമ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം കൊതിപ്പിക്കുന്നില്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാൻ പറ്റിയ സൂപ്പർ റെസിപ്പി തന്നെയാണ്. കാണുമ്പോൾ തന്നെ നല്ല കണ്ണിനൊരു കുളിർമയേകുന്ന ഒരു റെസിപ്പി. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്